നമസ്കാരം. വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പെറ്റ്സ് ലഹരിയുള്ളവരുടെ നാടായ പെരിന്തൽമണ്ണയിൽ ഗാർഡൻ, അക്വേറിയംസ്, പെറ്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഗ്രീൻ ലീഫ് പ്രവർത്തനം ആരംഭിച്ചു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ നിർവഹിച്ചു. ലഹരി ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നുള്ള യുവതലമുറയെ രക്ഷിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന വിനോദങ്ങളിൽപ്പെട്ടതാണ് അലങ്കാര പക്ഷി വളർത്തലും മത്സ്യകൃഷിയുമെല്ലാം. പെറ്റ്സ് ലഹരിയുള്ള പെരിന്തൽമണ്ണയിൽ അക്വേറിയംസ്, പെറ്റ്സ്, ഗാർഡൻസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായാണ് ഗ്രീൻ ലീഫ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ നിർവഹിച്ചു. മത്സ്യങ്ങള്, അതേപോലെ ചെടികള്, എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ കാലത്ത് അതൊരു സന്തോഷമായിട്ട് എല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു വിജ്ഞാപനമാണ്. അപ്പൊ ആ നിലയ്ക്ക് തുടർന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും സന്തോഷം ഞങ്ങളിൽ ഉണ്ടാവണം, ഇവരിൽ ഉണ്ടാവണം എന്ന് ആശംസയോടുകൂടെ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തൗഹീദിന്റെ കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ചടങ്ങിൽ APS ജില്ലാ ട്രഷറർ സാദിഖ് വെള്ളില, ഒടുവിൽ അഷറഫ്, ആനന്ദൻ അരഞ്ഞിക്കൽ, രാധാകൃഷ്ണൻ മാസ്റ്റർ, സെയ്താലി പുല്ലൂർശങ്ങാട്ടിൽ തുടങ്ങിയവരും സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പനയും സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ മത്സ്യങ്ങൾ, വളർത്തുപക്ഷികൾ, ഫലവൃക്ഷത്തൈകൾ, പൂച്ചെടികൾ, ജൈവവളങ്ങൾ, എല്ലാവിധ വളർത്തുമൃഗങ്ങളും, അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയും അവയുടെ സംരക്ഷണത്തിനാവശ്യമായ എല്ലാവിധ ഉത്പന്നങ്ങൾ എന്നിവയും പ്രമുഖ കാർഷിക വികസന കേന്ദ്രമായ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലുള്ള അതേ വിലയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഗ്രീൻ ലൈഫ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ഗ്രീൻ ലീഫ് മാനേജിംഗ് ഡയറക്ടർ മൊയ്തു പാലം പറഞ്ഞു. വർഷങ്ങളോളായിട്ട് അങ്ങാടിപ്പുറത്തിന്റെ ഹൃദയഭാഗം ഒരടംപാലത്ത് പെറ്റ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്വേറിയം, പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്, ഓർണമെന്റൽ ഫിഷ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. അതിന്റെ ഭാഗമായി കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് പെരിന്തൽമണ്ണയിൽ നിന്ന് വരാനുള്ള ഒരു പ്രയാസമൊക്കെ പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ തന്നെ പെറ്റ്സിന്റെ ഒരു ലഹരിയാണ് പെരിന്തൽമണ്ണയ്ക്കുള്ളത്. അപ്പോൾ ആ ലഹരിയുള്ള നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വിൽക്കാൻ കഴിയുന്നത് അലങ്കാര മത്സ്യങ്ങൾ, ഫലവൃക്ഷ തൈകൾ, പൂച്ചെടികൾ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വളങ്ങൾ, പൂച്ചട്ടികൾ, പെറ്റ്സ്, കോഴി, താറാവ്, മുയൽ അടങ്ങുന്ന എല്ലാ ആ മേഖലയിലുള്ള ആക്സസറീസ്, അനുബന്ധ സാധനങ്ങളെല്ലാം കൂടിയാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. പെറ്റ്സ് സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ പെറ്റ്സിൻ്റെ എല്ലാ സാധനങ്ങളും, ഫിഷിൻ്റെ ആയാലും എല്ലാം ഇവിടെ ലഭ്യമാണ്. കുറഞ്ഞ വിലയിൽ തന്നെയാണ് വിൽപ്പന നടത്തി വരുന്നത്. അത് ഏത് രീതിയിലുള്ള ഗാർഡൻ വർക്കുകൾ, അതുപോലെ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഏത് സാധനത്തിനും ഓർഡർ തന്നാൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിനു ശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ പരിതാപകരമായാണ് മുന്നോട്ടു പോകുന്നതെന്നും സർക്കാർ കാര്യമായ ഇടപെടൽ ഈ മേഖലയിൽ നടത്തണമെന്നും സംസ്ഥാന ട്രഷറർ ഖാദർ പട്ടാമ്പി പറഞ്ഞു. നമ്മുടെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലഹരിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയാണ്. കാരണം മറ്റുള്ള മയക്കുമരുന്നിനൊക്കെ നമുക്ക് ഒരു കൃത്യമായ ഒരു ബദലായി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും വളർന്നു വരുന്ന പുതിയ ജനറേഷനും ഒക്കെ നമുക്ക് പെറ്റ്സിനെ ഒരു ലഹരിയാക്കി, പ്രാവ് വളർത്തലും മീൻ വളർത്തലും അതുപോലെ തന്നെ മറ്റുള്ള എന്ത് താല്പര്യത്തിലുള്ള പെറ്റ്സാണോ, പൂച്ചയായാലും നായകളായാലും മറ്റുള്ള എക്സോട്ടിക് ആയാലും നമുക്കൊക്കെ അത് ഗുണപരമായ രീതിയിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഹരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, അവർക്ക് കളിക്കൂട്ടുകാരെ പോലെ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ നമുക്ക് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ. വർഷങ്ങളോളമായി അങ്ങാടിപ്പുറം ഓരാടംപാലത്ത് പ്രവർത്തിച്ചു വരുന്ന പാലം നഴ്സറി ഗ്രീൻ ലീഫിന്റെ സഹോദര സ്ഥാപനമാണ്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.